നമസ്കാരം, സൈലന്റ് ബേസിലേക്ക് ഏവർക്കും സ്വാഗതം. എന്റെ പേര് ആനന്ദ്. അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വളരെ നാളായിട്ട് നമ്മൾ ഉദ്യോഗാർത്ഥികളെല്ലാം ചോദിക്കുന്ന ചോദ്യമാണ്, സൈലന്റ് BSc എന്നാണ് CPO WCPO പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് ഒള്ളി ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതിനൊരു ഉത്തരം ഞാൻ തരികയാണ്. നാളെ മുതൽ, അതായത് ഫെബ്രുവരി 27 മുതൽ നമ്മൾ CPO WCPOക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള സ്പെഷ്യൽ ടോപ്പിക് ഒള്ളി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഒരു ബാച്ചിന്റെ കോഴ്സ് ഫീ എന്ന് പറയുന്നത് 599 രൂപ മാത്രമാണ്. ഇതൊരു ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ് ആയിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക. ആഴ്ചയിൽ 3 ദിവസം നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളുമായിട്ടൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സിലബസ് കാര്യമായിട്ട് എന്ത് ചെയ്യുന്നത് മാറിയിട്ടുണ്ട്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ സെയിം തന്നെയാണ്, 20 തന്നെയാണ് നമുക്കുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോഴും 20 തന്നെയാണ് നമുക്കുള്ളത്. പക്ഷെ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കാര്യമായിട്ട് തന്നെ അവിടെ മാറിയിട്ടുണ്ട് അല്ലെ. IPCക്ക് പകരം പുതിയ നമുക്ക് BNS നമുക്ക് വന്നു, CRPCക്ക് പകരം BNSS നമുക്ക് വന്നു, അതിൽ എവിഡൻസ് ആക്ട് മാറി നമ്മൾ സാക്ഷിയാകുന്ന നിയമം നമുക്ക് വന്നു അല്ലെ. അപ്പോൾ ഇത് മൂന്നിന്റെയും പുതിയ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതായിട്ടുള്ളത് അല്ലെ. അപ്പൊ ഈ പുതിയ കാര്യങ്ങൾ എങ്ങനെ പഠിക്കണം, രസകരമായിട്ട് എങ്ങനെ പഠിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ മാറിയ ആ ഒരു സിലബസിനനുസരിച്ചുള്ള എക്സാമുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു കൂട്ടത്തിൽ തന്നെ, ഈ ഒരു ബാച്ചിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി എനിക്ക് പറഞ്ഞ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എല്ലാവരും ഓൾറെഡി സിലബസും മറ്റു കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾ എന്താണ് ഒരു പരിചയമായിരിക്കുന്ന ആൾക്കാരാണ് അല്ലെ. പക്ഷെ എന്നാൽ തന്നെയും ഈ സ്പെഷ്യൽ ടോപ്പിക്കില് അത്യാവശ്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എന്ത് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഒരു ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി ഒക്കെ ആയിട്ടൊക്കെ നിങ്ങൾ എന്താണ് പ്രിപ്പറേഷനിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമുക്ക് സിലബസ് ഒന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സിലബസിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ 4 പാർട്ടുകളായിട്ട് നമ്മുടെ സിലബസിനെ സ്പെഷ്യൽ ടോപ്പിക് നമുക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലെ. നമുക്ക് ഒന്നാമത്തെ പാർട്ടിൽ നമുക്ക് IPCയുടെ പുതിയ നമുക്ക് BNS ആണ് നമുക്ക് പഠിക്കാനായിട്ട് നമുക്ക് 4 മാർക്ക് നമുക്കുണ്ട്. രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ BNSS ആണ് നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്നത്, 3 മാർക്കാണ് നമുക്ക് അവിടെ ഉള്ളത്. പിന്നെ മൂന്നാമത്തെ പാർട്ടിൽ നമുക്ക് നമുക്ക് എവിഡൻസ് ആക്ടിന്റെ സാക്ഷിയാധീനമാണ് നമുക്കുള്ളത്, അവിടെ നമുക്ക് 2 മാർക്കിനാണ് നമുക്കുള്ളത് അല്ലെ. അപ്പൊ 4, 3, 7, 2, 9 മാർക്കാണ് ഈ ഒരു 3 പാർട്ടിൽ നമുക്ക് വരിക. പിന്നെ നാലാമത്തെ പാർട്ടിൽ നമുക്ക് മൊത്തം 11 മാർക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് നേരത്തെ ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അവിടെ നമുക്ക് കേരള പോലീസ് ആക്ട് വരുന്നുണ്ട്, NDPS ആക്ട് വരുന്നുണ്ട്, പോക്സോ നിയമം വരുന്നുണ്ട്, RT ആക്ട് വരുന്നുണ്ട്, IT ആക്ട് വരുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് 11 മാർക്കാണ് നമുക്ക് പഠിക്കാനായിട്ട്. നമുക്ക് അവിടെ കേരള പോലീസ് ആക്ട് നമുക്ക് 3 മാർക്കും ബാക്കിയെല്ലാം നമുക്ക് 2 മാർക്കുമായിട്ടാണ് നമുക്ക് പഠിക്കാനായിട്ട് നമുക്കുള്ളത്. ഓക്കെ, അപ്പോ നമ്മൾ ഈ ഒരു സിലബസിനെ നമ്മൾ മൊത്തത്തിൽ നമ്മളൊന്ന് എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഏറ്റവും എന്താണ് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു സേഫ് സോൺ ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതി എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇപ്പം നോക്കുമ്പോ പുതിയ നിയമങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്, കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഈ സ്പെഷ്യൽ ടോപ്പിക് പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ പഠിക്കണോ, അതൊന്ന് സ്കിപ്പ് ചെയ്താൽ പോരെ, ബാക്കിയുള്ള എന്താണ് 80 മാർക്ക് ഞാൻ പഠിച്ച് സ്കോർ ചെയ്ത് എനിക്ക് മാർക്ക് സ്കോർ ചെയ്താൽ പോരെ എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാർ. സ്പെഷ്യൽ ടോപ്പിക് സ്കിപ്പ് ചെയ്ത് ബാക്കി 80 മാർക്ക് മാത്രം പഠിക്കാനിരിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്നതിലോട്ട് കുറെ ആൾക്കാർ എന്തായാലും സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കും, നല്ലതുപോലെ പഠിക്കാനായിട്ടിരിക്കും. ഓക്കെ, അപ്പൊ നോക്ക്, അവരും 80 മാർക്കിന് പഠിക്കുകയും ചെയ്യുന്നുണ്ട്, ഈ 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിലുള്ള കാര്യം പഠിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ച ആൾക്കാർ എന്ത് ചെയ്യും, അവർക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള സാധ്യതയും കൂടെയാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് അവർ റാങ്ക് ലിസ്റ്റിലേക്ക് വരാനുള്ള സാധ്യത എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഈ പറഞ്ഞ സ്പെഷ്യൽ ടോപ്പിക്ക് ഞാൻ പഠിക്കുന്നില്ല, അത് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി 80 മാർക്ക് ഞാൻ സ്കോർ ചെയ്ത് ഞാൻ റാങ്ക് ലിസ്റ്റിൽ വരാം എന്നൊരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, പ്രതീക്ഷിച്ച് നിങ്ങൾ ഇരിക്കരുത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ മനസ്സിൽ വെക്കരുത് കേട്ടോ. അപ്പൊ ഈ സ്പെഷ്യൽ ടോപ്പിക്കില് നമുക്ക് ഈ പറയുന്നതിനോട് BNS നമുക്ക് 4 മാർക്കിനാണ് നമുക്ക് പഠിക്കാനാണ് നമുക്കുള്ളത്. ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന ഡെഫിനിഷൻസ് എന്ന് പറഞ്ഞൊരു കാര്യം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്രാവശ്യം ഉണ്ട്. ഈ ഡെഫിനിഷൻസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, നിങ്ങൾ BNSന്റെ ഈ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നല്ലതുപോലെ നിങ്ങൾ പഠിക്കുക, അത് നല്ലതുപോലെ പഠിക്കണം. ഒന്നുകിൽ നമുക്ക് ഈ ഏതെങ്കിലും ഇപ്പൊ 2, 3 എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് നമുക്ക് പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ കൗണ്ടർ ഫീറ്റിനെ കുറിച്ച് പറയുന്ന സെഷൻ ഏതാണ്, ഹാർബറിനെ കുറിച്ച് പറയുന്ന സെഷൻ ഏതാണ്, 2.28 എന്തിന്റെ ഡെഫിനിഷനെ കുറിച്ചാണ് പറയുന്നത് എന്ന രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ചോദ്യം നമുക്ക് വരാം. ഒന്നുകിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വരാവുന്നതാണ്,
അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ആയിട്ട് എന്ത് ചെയ്യാം നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറയുന്ന BNS നമ്മൾ ഡെഫിനിഷൻസ് പഠിക്കാറുണ്ട്, BNSS ഡെഫിനിഷൻസ് ഉണ്ട്, എവിഡൻസ് ആയ ഡെഫിനിഷൻസ് ഉണ്ട്. അപ്പൊ ഈ 3 എണ്ണത്തിന്റെ ഡെഫിനിഷൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ നല്ലതുപോലെ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അത് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഒരു മാർക്ക് എങ്കിലും നിങ്ങൾക്ക് മിനിമം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഒരു മേഖലയിൽ നമുക്ക് ചോദ്യങ്ങളായിട്ട് നമുക്ക് വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അത് നിങ്ങൾ നല്ലതുപോലെ എന്ത് ചെയ്യുക, ഡെഫിനിഷൻസ് 3ന്റെ ഡെഫിനിഷൻസ് നല്ലതുപോലെ എന്ത് ചെയ്യുക, പഠിച്ചിരിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ BNSലേക്ക് എടുക്കുകയാണെങ്കിൽ അടുത്ത് നമുക്ക് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് ജനറൽ എക്സെപ്ഷൻസ് ആണ്, പൊതു അപവാദങ്ങളാണ്. അവിടെ നിന്ന് നമുക്കൊരു ചോദ്യം നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചോദ്യം നമുക്ക് നിർബന്ധമായിട്ട് നമുക്ക് ജനറൽ എക്സെപ്ഷൻസ് എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് വരാവുന്നതാണ്. അതേപോലെ അതിന്റെ ഒരു ദൃഷ്ടാന്തങ്ങൾ എക്സാമ്പിൾസും ഉണ്ട്, അതിൽ നമുക്ക് ചോദ്യങ്ങൾ നമുക്ക് വരാവുന്നതാണ്. ഓക്കെ, അതേപോലെ തെഫ്റ്റ് റോബറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ നമുക്കുണ്ട്. അതിന്റെ എന്ത് ചെയ്യുക, ആ തെഫ്റ്റ് റോബറിയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിയേഷൻ എന്താണ് എന്നുള്ളതും അതിന്റെ എക്സാമ്പിൾസും ദൃഷ്ടാന്തങ്ങളും എന്ത് ചെയ്യാം, നല്ലതുപോലെ പഠിക്കാം. ഓക്കെ, അത് BNSൽ എന്തൊക്കെയാണോ നമുക്ക് ദൃഷ്ടാന്തങ്ങൾ നമുക്ക് തന്നിട്ടുള്ളത് അല്ലെങ്കിൽ എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്, ആ കാര്യങ്ങൾ നല്ലതുപോലെ പഠിക്കാം. അവിടെ നിന്ന് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ഒക്കെ മിനിമം നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ BNS മൊത്തം നമുക്ക് 4 മാർക്കാണ് നമുക്ക് പഠിക്കാനായിട്ട് നമുക്ക് സിലബസിലുള്ളത്. ആ 4 മാർക്കിൽ മിനിമം ഒരു 2 മാർക്കെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. മിനിമം 2 മാർക്കെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, സ്കോർ ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, അപ്പൊ നോക്കട്ടെ, BNSൽ മൊത്തം 4 മാർക്ക് പഠിക്കാൻ നമുക്കുണ്ട്. അത് നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്താൽ മതി, 2 മാർക്ക് സ്കോർ ചെയ്താൽ മതി. അതേപോലെ BNSS നമുക്ക് 3 മാർക്ക് നമുക്ക് പഠിക്കാൻ നമുക്കുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഒരു 2 മാർക്ക് എങ്ങനെയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, പിന്നെ നമുക്ക് എവിഡൻസ് ആക്ടിൽ നമുക്ക് പുതുതായിട്ട് നമുക്കുള്ളത് അവിടെ 2 മാർക്കിനാണ്. അവിടെ നമുക്ക് 1 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. 1 മാർക്ക് നമുക്ക് നിർബന്ധമായി നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം നമുക്ക് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് മൊത്തം 9 മാർക്ക് നമുക്ക് ഉള്ളതിന് നിങ്ങൾ എത്ര മാർക്ക് മിനിമം സ്കോർ ചെയ്താൽ മതി, 5 മാർക്ക് എങ്കിലും മിനിമം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സ്കോർ ചെയ്താൽ മതി. 5 മാർക്കിന് മിനിമം സ്കോർ ചെയ്താൽ മതി. ഓക്കെ, ഇത് നമ്മുടെ കേരള പോലീസ് ആക്ട് ആണ്. കേരള പോലീസ് ആക്ട് നമുക്ക് 3 മാർക്ക് നമുക്ക് പഠിക്കാൻ നമുക്കുണ്ട്. ആ കേരള പോലീസ് ആക്ടിന് 3 മാർക്കിൽ നമുക്ക് 2 മാർക്ക് മിനിമം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. 2 മാർക്ക് മിനിമം നിങ്ങൾ സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. NDPS അതേപോലെ 2 മാർക്കാണ്. അതിൽ 2 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും. ഓക്കെ, പോക്സോ ആക്ട് PSCയുടെ സ്ഥിരം ചോദ്യങ്ങളാണ്. 2 മാർക്കാണ് നമുക്ക് പഠിക്കാൻ നമുക്കുള്ള. ആ 2 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. IT ആക്ട് ആണ്, അത് 2 മാർക്കാണ്. ചിലപ്പോൾ IT ആക്ട് ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ഇങ്ങോട്ട് എന്താ കറണ്ട് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ വെച്ച് ചിലപ്പോൾ ചോദിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കൺഫ്യൂഷൻ ഒക്കെ ആക്കാം. അപ്പൊ അവിടെ നിങ്ങൾ മിനിമം 1 മാർക്കെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം, IT ആക്ടിൽ സ്കോർ ചെയ്യാവുന്നതാണ്. വിവരാവകാശ നിയമം PSCയുടെ ഏത് പരീക്ഷ എടുത്ത് നോക്കിയാലും ഇഷ്ടംപോലെ ചോദ്യങ്ങൾ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ 2 മാർക്കാണ് നമുക്കുള്ളത്. അതിൽ 2 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നോക്കണേ, ഈ 11 മാർക്ക് ഉള്ളതിൽ നിങ്ങൾ എത്ര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്താൽ മതി, 6 2 8 1 9 മാർക്ക് സ്കോർ ചെയ്താൽ മതി. 9 മാർക്ക് സ്കോർ ചെയ്താൽ മതി. അതായത് ടോട്ടൽ ആയിട്ടുള്ള 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഒരു മിനിമം 14 മുതൽ അല്ലെങ്കിൽ ഒരു 15 മാർക്ക് വരെ 14 മുതൽ 15 മാർക്ക് വരെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സേഫ് സോണിലായി കഴിഞ്ഞു. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അതിന് വേണ്ടിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ. അവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സ്മാർട്ട് വർക്ക് നിങ്ങൾ ചെയ്താൽ ചെയ്താൽ മതി കേട്ടോ. നോക്ക്, ഈ പറയുന്നതിന്റെ കൂട്ടി ഞാൻ ഈ നമ്മുടെ എന്താണ് ഈ പറയുന്ന നമ്മുടെ BNSഉം BNSSഉം ഈ നമ്മുടെ എവിഡൻസ് ആക്ടിന്റെ പുതിയ നിയമങ്ങളും ആ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് എന്താണ് അതിന്റെ ഡെപ്തിലേക്ക് ഇറങ്ങി പോയി പഠിച്ച് നിങ്ങൾ സമയം കളയുന്നതിന് പകരം അവിടെ നമ്മൾ സെലക്റ്റീവ് ആയിട്ട് ഒരു സ്മാർട്ട് സ്റ്റഡി നിങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഹാർഡ് വർക്കിനൊപ്പം സ്മാർട്ട് വർക്ക് നമുക്ക് വേണം, ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്ത് നിങ്ങൾക്ക് വരാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പൊ 20 15 മാർക്ക് നിങ്ങൾ എന്ത് ചെയ്തേ, സ്കോർ ചെയ്ത് കഴിഞ്ഞു. ബാക്കി നമുക്കുള്ള 80 മാർക്കിൽ നിങ്ങൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ള മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണോ, ഇങ്ങനെ നിങ്ങൾ സ്മാർട്ട് വർക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മുടെ സൈലം BSc സ്പെഷ്യൽ ടോപ്പിക് ബാച്ചും നമ്മൾ ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിപ്പിച്ചെടുക്കുക. നിങ്ങൾക്ക് എങ്ങനെ ഒരു സ്മാർട്ട് വർക്കിലൂടെ അല്ലെങ്കിൽ ഈ ഹാർഡ് വർക്കിനൊപ്പം ഒരു സ്മാർട്ട് വർക്കിന്റെ കൂട്ടത്തിന് എങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടക്ട് ചെയ്യുക. ക്ലാസ് എടുക്കുന്നതിനനുസരിച്ചുള്ള ഓരോ ടോപ്പിക്കിനനുസരിച്ചുള്ള എക്സാംസ് മാറിയ രീതിയിലുള്ള സിലബസിനനുസരിച്ചുള്ള എക്സാംസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മുടെ ഈ ക്ലാസ് എന്ന് പറയുന്നത് ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ട് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ട് ലഭിക്കുക. ആഴ്ചയിൽ 3 ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി അധികം സമയം കളയാൻ നമുക്കില്ല. നാളെ ഫെബ്രുവരി 27 മുതൽ നമ്മുടെ ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ്. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ബാച്ചിൽ ജോയിൻ ചെയ്യുക. 599 രൂപയാണ്
നിങ്ങളുടെ ഈ ഒരു കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത്. അപ്പൊ നാളെ മുതൽ നമുക്ക് ക്ലാസ്സുകളിൽ കാണാം. താങ്ക് യു.